ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ സഹകരണ ബാങ്കുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകൾ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലീഗുകാരെ സംബന്ധിച്ച് പലിശ ഹറാമാണെങ്കിലും അവർ പരമാവധി ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭം നേടുന്നു എന്നുള്ളതാണ് വിവിധ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ റെയ്ഡിലും പരിശോധനയിലും വ്യക്തമാകുന്നത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിലാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വായ്പാ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ എടക്കര ശാഖയിലെ വായ്പാ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് നേതാവ് ഇസ്മായിൽ മൂത്തേടം ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിജിലൻസ് പരിശോധിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട്. കോടികളുടെ അനധികൃത വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത കേസിൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മൂത്തേടത്തിനും മറ്റ് 6 പേർക്കുമെതിരെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ ബാങ്കിനും പുറമെ മറ്റ് സഹകരണ ബാങ്കുകളിലും സമാന വായ്പാ തട്ടിപ്പ് നടന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ബാങ്കുകളിലെയും അക്കൗണ്ടുകൾ പരിശോധിക്കുമെന്ന് വിജിലൻസ് സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിജിലൻസ് ഇൻസ്പെക്ടർ പി ജ്യോതിർകുമാറിനാണ് അന്വേഷണ ചുമതല. ഇസ്മായിലിൻ്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ ബാങ്കിലെ മാനേജർ, അതുപോലെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അങ്ങനെ മുൻ ജനറൽ മാനേജർ അടക്കമുള്ളവരുടെ നിരവധി പേരുടെ ഇവരെല്ലാം കേസിൽ പ്രതികളായിട്ടുണ്ട്. ലീഗ് നിയന്ത്രണത്തിലുള്ള മൂത്തേടം അർബൻ സഹകരണ സംഘം, ചുങ്കത്തറ സഹകരണ ബാങ്ക്, മൂത്തേടം സഹകരണ ബാങ്ക്, കരുളായി സഹകരണ ബാങ്ക്, നിലമ്പൂർ താലൂക്ക് സഹകരണ സംഘം എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ സംഘം വായ്പ എടുത്തിരിക്കുന്നത്. അത് കോടിക്കണക്കിന് രൂപയുടെ വായ്പയാണ് ഇത്തരം കേന്ദ്ര സഹകരണ സംഘങ്ങളിൽ നിന്നും, അതായത് വസ്തുവിൻ്റെ മൂല്യവില കൂട്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് 10,000 രൂപ വില മാത്രമുള്ള ഭൂമിക്ക് 10 ലക്ഷം രൂപ വരെ വില കാണിച്ചാണ് ഇത്തരത്തിലുള്ള വൻതോതിലുള്ള തട്ടിപ്പ് പല സ്ഥലങ്ങളിലും നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഭീകരമായ ഒരു തട്ടിപ്പ് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വിജിലൻസ് സംഘം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. ഏതായാലും വരും ദിവസങ്ങളിൽ ലീഗിൻ്റെ നേതാക്കന്മാർ അടക്കം, സംസ്ഥാന നേതാക്കന്മാർ അടക്കം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിലേക്ക് എത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകർ പറയുന്നത്.